യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ആണോ? അതിൻ്റെ ഉദാഹരണം എന്താണ്? പൗലോസിനെ യേശുക്രിസ്തു വിളിക്കുമ്പോൾ പൗലോസ് മഹാസമ്പന്നനായിരുന്നു. പൗലോസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഓനോട് ചോദിച്ചാൽ ഇല്ലേ? ഇതിനകത്ത് ലേഖനങ്ങൾ എഴുതിയ പൗലോസ് പറഞ്ഞില്ലേ? പൗലോസ് ലീഹ ധന്യൻ ചൊൽ കേട്ട് ഈ ദേവനങ്ങൾ പാട്ട് പാടിയിട്ടില്ലേ? ആ പൗലോസ് യേശുക്രിസ്തു അവനെ പേര് ചൊല്ലി വിളിക്കുന്ന പേര് മഹാസമ്പന്നനായിരുന്നു. അവൻ്റെ അപ്പന് കപ്പലുണ്ടായിരുന്നതാണ് ചരിത്രകാരന്. കപ്പലിൻ്റെ ഇപ്പം മോടെ പപ്പായ്ക്കോ വലിയ പപ്പായ്ക്കോ ഒരു കപ്പലുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പം ഇതുപോലെ കപ്പലുകളുള്ള ഒരു തൻ്റെ മകനാണ് ആര്? ഈ പൗലോസ്. ഇത് മാത്രമല്ല, അവന് നമ്മുടെ തിരുമേനി എന്നൊക്കെ പറഞ്ഞ ലെവലിൽ ഞാൻ മനസ്സിലാക്കിയില്ല. അങ്ങോട്ടിറങ്ങിയാലും ഇങ്ങോട്ടിറങ്ങിയാലും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു ഈ പൗലോസ്. പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ അപ്പോൾ പൗലോസ് ഇങ്ങനെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ആൾക്കാരെന്താണ് സാഷ്ടാംഗം നമസ്കരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ ഈ ജനതൻ ഇവനെ കല്ലെറിയാൻ തുടങ്ങി. ഇവനെ പരിഹസിക്കാൻ തുടങ്ങി. ഇവൻ സമ്പത്തൊന്നുമില്ലാതായി. അവന് ജയിലറുകൾ കിടന്നു, അനേകവട്ടം അടി കൊണ്ടു, കല്ലേറ് കൊണ്ടു, പട്ടിണി കിടന്നു, തണുപ്പിൽ കൂടെ കടന്നുപോയി, കടലിൽ ഒരു രാപ്പകൽ വെള്ളത്തിൽ കിടന്നു, കപ്പൽ തകർന്നു. എന്നിട്ട് അവസാനം താനെ നീറോ ചക്രവർത്തി കഴുത്ത് വെട്ടി കൊല്ലുന്നതിന് മുമ്പ് താൻ ജയിലിലിട്ടിരിക്കുക. അപ്പോൾ താന് സുവിശേഷം പറഞ്ഞ് വിശ്വാസി കൊണ്ടുവന്ന ഒരു ശിഷ്യനുണ്ട്, പേരറിയാം, തിമോത്തിയോസ് എന്ന് പറയും. തിമോത്തിയോസിന് ആ ജയിലിൽ കിടന്നൊരു എഴുത്തെഴുതി, മോനെ നീ വരുമ്പോഴാണ് തർസോസിൻ്റെ വീട്ടിലിരിക്കുന്ന ആ പുസ്തകം, നമ്മുടെ ഭാഷ പറഞ്ഞ പുസ്തകത്തിൽ തുകൽ ചുരുളുകൾ എഴുതി വെട്ടത്, അതും ഒരു പുതപ്പും കൊണ്ടുവരണം. എന്തിനാണ്? ഈ തണുപ്പ് സഹിക്കാൻ പറ്റും. പക്ഷേ ഈ പൗലോസ് എന്തുമായിരിക്കും സാറേ നേടിയത്? അവന് അവസാനം പറഞ്ഞു, ഞാൻ നല്ല പൂർവ്വരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇത് നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി. അപ്പൊ താൻ ഈ കഷ്ടം സഹിച്ചെങ്കിലും അപ്പൊ ഇവിടുത്തെ കഷ്ടം എത്ര വർഷമുണ്ട്? ഏതാണ്ട് 64-ാമത്തെ വയസ്സാണ് പൗലോസ് കൊല്ലപ്പെടുന്നതെന്നാണ് ചരിത്രകാരന്മാർ ബൈബിളിൽ തരുന്നത്. അപ്പൊ ഈ 64 വയസ്സിൽ അതിനകത്ത് ഒരു 30-34 വർഷം മാത്രമേ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചുള്ളൂ. പക്ഷെ ഇനി വരുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങള് സാരമില്ലെന്ന് തന്നെ ഈ പാട്ടുകാരൻ പാടിയതുപോലെ തേജസ് പൂർണ്ണമായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ കൂടെയുള്ള നിത്യജീവനിലേക്ക് പ്രവേശിക്കുക.